രാജ്ഭവനിലെ ഭാരതാംബയിൽ തുടങ്ങി കേരള സർവകലാശാല സെനറ്റ് ഹാളിലെ കാവിക്കൊടി പിടിച്ച ഭാരതാംബ വഴി ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക്. ഗവർണർ സർക്കാർ ആശയപ്പോരിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ VC മോഹൻ കുന്നുമ്മൽ ബലിയാടാക്കിയപ്പോൾ VCക്കെതിരായ നിയമ നടപടിയിലൂടെ ഗവർണർക്ക് മറുപടി നൽകാനാണ് സർക്കാരിന്റെ ശ്രമം. സസ്പെൻഡ് ചെയ്ത VCയുടെ നടപടിക്കെതിരെ രജിസ്ട്രാർ നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചു. സസ്പെൻഷൻ സ്റ്റേ ചെയ്യാൻ പക്ഷേ കോടതി തയ്യാറായിട്ടില്ല. VCയുടെ സത്യവാങ്മൂലം കൂടി ലഭിച്ച ശേഷം തിങ്കളാഴ്ച വീണ്ടും ഹർജി ഹൈക്കോടതി പരിഗണിക്കും. ആരിഫ് മുഹമ്മദ് ഖാന് പിന്നാലെ രാജേന്ദ്ര ആർലേക്കറിനെയും കേരള സർക്കാർ കോടതിയിൽ നേരിടുമോ? ഭാരതാംബ വിവാദത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ആദ്യം RDX റാം. തന്നെ നിയമിച്ചത് സിൻഡിക്കേറ്റ് ആണെന്നും സസ്പെൻഡ് ചെയ്യാൻ VCക്ക് അധികാരമില്ലെന്നും രജിസ്ട്രാർ ഹൈക്കോടതിയെ അറിയിച്ചു. നടപടിയെടുക്കാൻ എന്താണ് കാരണമെന്നും ഹാളിൽ പ്രദർശിപ്പിച്ച മതചിഹ്നമുള്ള ചിത്രം ഏതാണെന്നും കോടതി ആരാഞ്ഞു. എന്തുകൊണ്ടാണ് പരിപാടി റദ്ദാക്കിയതെന്ന് അറിയണമെന്നും കോടതി. സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഇക്കാര്യം അറിയിച്ചതെന്ന് രജിസ്ട്രാർ മറുപടി നൽകി. ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്ന് ചോദിച്ച കോടതി ചിത്രം വെച്ചതുകൊണ്ട് എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകുകയെന്നും ആരാഞ്ഞു. ചിത്രം കണ്ടപ്പോൾ ഹിന്ദു ദേവതയാണെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥന് തോന്നിയതെന്ന് ഹർജിക്കാരൻ കോടതിയെ അറിയിച്ചു. സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന രജിസ്ട്രാറുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ഹർജിയിൽ VC വിശദമായ മറുപടി സത്യവാങ്മൂലം നൽകണം. തിങ്കളാഴ്ച ഹർജി വീണ്ടും കോടതി പരിഗണിക്കും. അതിനിടെ രജിസ്ട്രാറുടെ സസ്പെൻഷൻ ഉടൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് താത്കാലിക VCക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു കത്തയച്ചു. VCയുടെ നടപടി ബാഹ്യസമ്മർദ്ദം കാരണമാണെന്നും സസ്പെൻഷൻ ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സിൻഡിക്കേറ്റിന് മാത്രമാണ് അധികാരമെന്നും കത്തിൽ പറയുന്നു. താൽക്കാലിക VCയായി ചുമതലയേറ്റെടുത്ത ഡോക്ടർ സിസ തോമസിനാണ് മന്ത്രി കത്തയച്ചത്. RDX റാം ന്യൂസ് മലയാളം. സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഇല്ലാത്ത അധികാരം VC പ്രയോഗിച്ചോ? ഭാരതാംബ വിവാദത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തത് VC ഡോക്ടർ മോഹൻ കുന്നുമ്മലാണ്. നടപടി രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ ഗവർണറോട് അനാദരവ് കാണിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു. സർവകലാശാല നിയമത്തിലെ ചട്ടം 10-13 ഉപയോഗിച്ചാണ് VCയുടെ നടപടി. സിൻഡിക്കേറ്റ് ചേരാത്തപ്പോൾ അധികാരം ഉപയോഗിക്കാൻ VCക്ക് അനുമതി നൽകുന്നതാണ് ഈ ചട്ടം. സെനറ്റ് ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാറെ പൂർണ്ണമായി കുറ്റപ്പെടുത്തിയാണ് VCയുടെ പ്രാഥമിക റിപ്പോർട്ട്. സർവകലാശാലയുടെ പ്രതിച്ഛായ മോശപ്പെടുത്തും വിധം രജിസ്ട്രാർ പ്രവർത്തിച്ചു എന്നാണ് കുറ്റാരോപണം. രജിസ്ട്രാർ നടപടിയെടുത്തത് അടിസ്ഥാനരഹിത ആരോപണത്തിൽ പെരുമാറ്റം അനുചിതമാണ്. ഹാളിനുള്ള അനുമതി റദ്ദാക്കിയതായി ഗവർണർ വേദിയിലിരിക്കുമ്പോൾ അറിയിച്ചു എന്നതാണ് ആരോപണം. സെനറ്റ് ഹാളിൽ മതപരമായ പ്രാർത്ഥനയ്ക്കും പ്രസംഗങ്ങൾക്കുമാണ് നിരോധനം. ചിത്രങ്ങൾക്ക് ഇല്ല എന്നുമാണ് VC പറയുന്നത്. VC ആദ്യം ഗവർണറെ അറിയിച്ചത് രജിസ്ട്രാർക്കെതിരെ വിശദ അന്വേഷണം വേണമെന്നാണ്. VCയുടെ നാടകീയ നീക്കം ഒരാഴ്ച അവധിയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. VCയുടെ നടപടിക്ക് പിന്നിൽ രാജ്ഭവന്റെ നിർദ്ദേശമെന്ന് സംശയിച്ചാണ് സർക്കാർ ഇപ്പോൾ നിയമ നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. സർക്കാരിനോട് VC ഒരു ഘട്ടത്തിലും അടുത്തിട്ടില്ല. മോഹൻ കുന്നുമ്മലിന്റെ ആദ്യ ടേം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ സർവകലാശാലയിലാണ്. സർക്കാരിന്റെ നിർദ്ദേശത്തോടെയോ താല്പര്യത്തോടെയോ ആയിരുന്നില്ല ആ നിയമനം. ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഗവർണറുമായുള്ള അടുപ്പം ഇദ്ദേഹം പുലർത്തിപ്പോന്നിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കെ ആരോഗ്യ സർവകലാശാലയിൽ വീണ്ടും തുടർ നിയമനം ലഭിക്കുകയും ചെയ്തു. കേരള സർവകലാശാല VCയായി മോഹൻ കുന്നുമ്മലിന് നൽകിയത് അധിക ചുമതലയാണ്. കേരള സർവകലാശാല ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി VC യോജിപ്പിലുമല്ല. ഈ സർവകലാശാലയിൽ സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. പത്മനാഭ സേവാ സമിതി ജൂൺ 25 സെനറ്റ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. പരിപാടിയിൽ കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതോടെയാണ് പ്രതിഷേധം. മതചിഹ്നം ഉപയോഗിക്കരുതെന്ന് ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ പരിപാടിക്കുള്ള അനുമതി റദ്ദാക്കി. രേഖാമൂലം അറിയിപ്പ് ലഭിച്ചില്ലെന്ന് സംഘാടകർ നിലപാടെടുത്തു. ഗവർണർ പരിപാടിക്കെത്തി. പ്രതിഷേധവുമായി SFIയും KSUവും രംഗത്തെത്തി. BJP പ്രവർത്തകരുമായി തമ്മിൽ തല്ലുകയും ചെയ്തു. KSU പ്രവർത്തകർക്കും മർദ്ദനമേൽക്കുന്ന സാഹചര്യമുണ്ടായി. സനീഷ്, ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നത് നമ്മൾ ആദ്യത്തെ കാവിക്കൊടിയേന്തിയ ഭാരതാംബ വിവാദം മുതൽ ഇതിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ഇന്ന് പക്ഷേ എനിക്ക് കോടതിയിൽ കണ്ട നടപടിക്രമങ്ങളും രജിസ്ട്രാറിൻ്റെ വാദമുഖങ്ങളും സർക്കാരിൻ്റെ വാദമുഖങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഫോക്കസ് ഇല്ലാതെയാണ് അവർ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു മതചിഹ്നമാണ്. കോടതിയുടെ ചോദ്യങ്ങൾ അത് പ്രത്യേകിച്ച് എനിക്ക് ആ സംശയം തോന്നാൻ കാരണം ചിലപ്പോൾ കോടതി വ്യക്തതയ്ക്ക് വേണ്ടി ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ, അതായത് ഭാരതാംബയെ കാവിക്കൊടിയേന്തിയ വനിത എന്ന് വിശേഷിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ തന്നെ ജസ്റ്റിസ് അവിടെ ഇരുന്ന് ഹൈക്കോടതി ജഡ്ജി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഈ ചിത്രം കണ്ടാൽ എന്താണ് ഇത്തരത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവാൻ പോകുന്നത് എന്നൊക്കെയുള്ള, ഇത് മതചിഹ്നമാണ് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക എന്നൊക്കെയുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും ഒക്കെയാണ് വന്നത്. പക്ഷേ ഇത് മതചിഹ്നമാണ് എന്നത്, അതായത് ഇത് കോടതിയിൽ ആ നിലയ്ക്ക് തന്നെ എത്തുമായിരിക്കും. കാരണം
RSS ഇതിനെ ദുർഗാ രൂപത്തിലുള്ള ഒരു സങ്കല്പമായി തന്നെയാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ള പ്രശ്നമുണ്ട്. മറ്റൊന്ന്, ആ മാപ്പ് ഏത് രാജ്യത്തിൻ്റെതാണ് എന്നുള്ള സംശയം നമുക്ക് നിലവിലുണ്ട്. ഈ കയ്യിലെന്തിയിരിക്കുന്ന കൊടി ദേശീയ പതാക അല്ല എന്നുള്ള പ്രശ്നമുണ്ട്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സംശയം തനിക്ക് തോന്നുന്നുണ്ടോ? ഇതിൻ്റെ ഒരു ഫോക്കസ് നിശ്ചയമായിട്ട് ഇതിനകത്ത് മറ്റ് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ. ഈ ഗവർണറുടെ ഓഫീസാണ്, ഗവർണറും രജിസ്ട്രാർ, VC എന്നിങ്ങനെ ഈ സംവിധാനങ്ങൾക്കകത്തുള്ള ഒരു പ്രശ്നമായിട്ട് കോടതിക്ക് മുമ്പാകെ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, കുട്ടികളൊക്കെ ഒരുപക്ഷെ ഇതെന്തോ ഒരു സാങ്കേതികമായിട്ട് വലിയ പ്രശ്നമാണെന്നൊക്കെ വിചാരിക്കും. യഥാർത്ഥത്തിൽ പ്ലെയിൻ ആയിട്ടുള്ള രാഷ്ട്രീയ കളിയാണ് ഈ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാലോ, ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും ഗവർണർ ആ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ആധിപത്യമുള്ള ഭരിക്കുന്ന സംഘം ഏതാണോ അതിന് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്ന BJPയുടെ ആളുകൾ വന്നിരുന്നിട്ട് അവരുടെ രാഷ്ട്രീയം പ്രസരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന എല്ലായിടത്തും. തമിഴ്നാട്ടിലൊക്കെ വലിയ കേസും സുപ്രീം കോടതി വരെ പോയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമായിട്ട് രാഷ്ട്രീയമാണ് ഈ നടക്കുന്നത്. ഗവർണർ രാഷ്ട്രീയം കളിക്കുകയാണ്. അതിൻ്റെ ആ കളിക്ക് മറു കളി ഈ ഭാഗത്ത് നിന്ന് വരും സ്വാഭാവികമായിട്ടും. അത് കോടതി വരെ എത്തിയിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് നേരത്തെ ഹർഷം പറഞ്ഞതുപോലെ ഇത് ഞാൻ രാഷ്ട്രീയമാണെന്ന് വിചാരിക്കാനുള്ള കാരണങ്ങളിലൊന്ന്, ഭാരതമാതാവിനെ പതാക ഏന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ച് നിർഭാഗ്യകരമാണെന്ന് കോടതി പറഞ്ഞതായിട്ട് കേട്ടു. എനിക്ക് അത് ഈ സംഭവത്തിൻ്റെ കോറിൽ തന്നെ കടന്നു കയറിയുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. അതായത് ഇതിപ്പോൾ നാളെ ഒരു കോടതി പ്രശ്നമായി മാറുകയാണെങ്കിൽ, നിയമപരമായ പ്രശ്നമായി മാറുകയാണെങ്കിൽ, ഈ VCയുടെയും രജിസ്ട്രാറും തമ്മിലുള്ള പ്രശ്നത്തിൽ രജിസ്ട്രാറിൻ്റെ നിലപാട് തന്നെയും ഇത് ഈ പതാകേന്ത്യ സ്ത്രീയാണ് എന്ന നിലപാടാണല്ലോ അവർക്കുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഈ പ്രശ്നത്തിൻ്റെ നിയമപരമായുള്ള കോറാണ്. ആ കോറിൽ ആദ്യം തന്നെ കോടതി അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു അത് നിർഭാഗ്യകരമാണ് എന്ന്. എനിക്കത് മനസ്സിലായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ പലതരത്തിലുള്ള ആളുകൾക്ക് കാണാമല്ലോ. ഇതൊരു ചിത്രം മാത്രമായിട്ട് ഇപ്പം V ശിവൻകുട്ടി മന്ത്രി എന്ന ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാൾ ഇതേ കാര്യം പറഞ്ഞാണ്. അപ്പോൾ അത് പറയാനുള്ള അവകാശം ഇവിടെയുണ്ട്. അങ്ങനെ അവകാശം നിഷേധിക്കുന്ന എന്തെങ്കിലും ഭരണഘടനയിൽ ഈ ചിത്രം വരച്ച് വെച്ചിട്ട് ഇതിനെ പതാകേന്ത്യ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്നത് നിർഭാഗ്യകരമാണ്, പാടില്ല എന്ന് എഴുതി വെച്ചിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ദേശീയ പതാകയാണെങ്കിലും മറ്റു ചിഹ്നങ്ങളാണെങ്കിലും ഒക്കെ അതിനെ നിന്ദിച്ചാൽ പ്രശ്നങ്ങളുണ്ട്. അത് ഭരണഘടനക്കകത്ത് അല്ല, അതിനെ എന്തെങ്കിലും അത് അർഹിക്കുന്നതല്ലാത്ത വാക്കിലൂടെ അതിനെ വിശേഷിപ്പിച്ചാൽ അതിനെതിരെ കേസുണ്ട്. പക്ഷേ ഭാരതാംബ എന്നിവർ വിളിക്കുന്ന ഈ ഇമേജിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അത് കോടതി അതിൻ്റെ കോറിൽ കടന്നു കയറിയിട്ട് ആദ്യം തന്നെ അഭിപ്രായം പറഞ്ഞു. സമീപ ദിവസം ഉണ്ടായ മറ്റൊരു കേസും എനിക്ക് ഇതോട് ചേർത്ത് ഞാനത് ഒന്ന് രണ്ട് തവണ നമ്മുടെ RDXൽ പറഞ്ഞാണ്. ഇപ്പോൾ JSK ജാനകി വേഴ്സസ് കേരള, സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ കാര്യത്തിൽ ജാനകി എന്നുള്ള പേരിടാമോ എന്നൊരു ചോദ്യം വന്നിരിക്കുകയാണ്. രേഖാമൂലമല്ലാതെ സെൻസർ ബോർഡിൽ നിന്ന് വന്നിരിക്കുന്നൊരു ഉത്തരവാണല്ലോ ഈ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ജാനകി എന്ന പേരിടാമോ എന്ന് വെച്ചപ്പോൾ കോടതി എടുത്തിരിക്കുന്ന നിലപാട് വിചിത്രമായതാണെന്ന് എനിക്ക് തോന്നി. അതായത് സിനിമ കണ്ട ശേഷം തീരുമാനമെടുക്കാമെന്ന്. ഒരു സിനിമക്കകത്തൊരു ക്യാരക്ടർ നാട്ടു നടപ്പുള്ള ഒരു പേരിടുന്നതിന് എന്തിനാണ് സിനിമ കാണുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോടതിയുടെ ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്ന മറ്റൊരു പരാമർശം ഞാൻ വായിച്ചത്, അതായത് റേപ്പിസ്റ്റിനല്ലല്ലോ ജാനകി എന്ന് പേരിട്ടിരിക്കുന്നത് എന്നാണ്. അതെനിക്ക് മനസ്സിലായേ ഇല്ല. റേപ്പിസ്റ്റിന് ജാനകി എന്ന് പേരിട്ടാൽ എന്താണ്? വില്ലന് ജാനകി എന്ന് പേരിട്ടാൽ എന്താണ്? നമ്മുടെ നാട്ടിൽ ഏത് പേരിട്ട ആളുകളും വില്ലത്തരം കാണിക്കും. കാരണം മനുഷ്യർക്ക് അവരുടെ പേര് കിട്ടുന്നത് ചെറിയ പ്രായത്തിലാണ്. അത് ജനിച്ച ഉടനെയുള്ള ആളുകൾക്ക് പേര് നൽകുന്നത്. അയാൾ വളർന്ന് വില്ലനോ നായകനോ നല്ലവനോ ചീത്തയാളോ ആയി മാറുന്നത് പിന്നെയാണ്. അപ്പോൾ സത്യശീലൻ എന്ന് പേരിട്ട ഒരാൾ മഹാകള്ളനായിട്ട് മാറാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് പേര്, അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടിട്ട് തീരുമാനമെടുക്കാവുന്നത് വിചിത്രമായൊരു സംഗതിയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാനിതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലേക്ക് ഞാൻ വിചാരിക്കുന്നു 2014 മുമ്പും 2014 ഈ ഹിന്ദുത്വ രാഷ്ട്രീയമുള്ള സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമൊക്കെ ഈ അന്തരീക്ഷത്തിലേക്ക് അവരുടെ പാർട്ടിയുടെ ബിംബങ്ങൾ ചർച്ച ചെയ്യപ്പെടാനായിട്ട് നിരവധിയായുള്ള വിഷയങ്ങൾ വന്നു. പള്ളി, അമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് അത് കോടതിക്കകത്തേക്കും കയറി വന്നു. കേരളത്തിൽ അത്തരം ഒരു സംഗതി നടക്കുകയാണ് എന്ന് തോന്നലുണ്ടാകുന്നത്. എനിക്കറിയില്ല ശരിയോ തെറ്റോ എന്ന്. ഈ കോടതിയെല്ലാം ഒരേ ആളാണോ എന്നും നമ്മൾ അങ്ങനെ എനിക്കും ആ രീതിയിൽ പരിശോധിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. പക്ഷേ ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ സംഭവിക്കുന്നു, പുറത്ത് സംഭവിക്കുന്നു വിചിത്രമായ കാര്യങ്ങൾ. ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണിട്ട് ഒരു സ്ത്രീ മരിച്ചതിനെക്കുറിച്ചൊരു കോടതി വ്യവഹാരവും ഗവർണർ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ബിന്ദുവിൻ്റെ പട അദ്ദേഹം എന്തോ ഒരു ആദരവ് വേണ്ടി അവിടെ വെക്കുകയും ഇത് പ്രോട്ടോക്കോളിന് പുറത്താണല്ലോ എന്ന് പറയുകയൊക്കെ ചെയ്താൽ എനിക്കത് മനസ്സിലാവും. പക്ഷേ ഇത് പൊതുജനങ്ങളുടെ സാധാരണ ദൈനംദിന ജീവിതത്തെ ബാധിക്കാത്ത എന്തോ ഒരു സംഭവം, ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണ് പെട്ടെന്ന്. ആ ഇഷ്യൂവിൻ്റെ കോടതിയിലേക്ക് പോവുകയാണ്. ജാനകി വേഴ്സസ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള, സുരേഷ് ഗോപി അഭിനയിക്കുന്ന ഒരു സിനിമ നമ്മളെല്ലാവരും സിനിമയായിട്ട് കാണാൻ നിൽക്കുമ്പോൾ അത് പെട്ടെന്ന് ജാനകി വലിയ പ്രശ്നമായിട്ട് മാറുന്നു. കോടതി എന്തിനാണ് റേപ്പിസ്റ്റ് ഇട്ടാൽ അല്ലല്ലോ ഇട്ട്, നിങ്ങൾ എന്തിനാണ് പ്രശ്നമാക്കുന്നതെന്ന് ചോദിക്കുന്നു. ഇത് കോടതിയിലേക്ക് പോകുന്നു. എന്താ പ്രശ്നം എന്നുള്ള ചോദ്യം, ബേസിക്കായുള്ള ചോദ്യം ആരും ചോദിക്കുന്നില്ല. അപ്പോൾ ഇത് ഈ പറയുന്ന പോലുള്ള ഒരു കേരളത്തിൽ UDFനോ LDFനോ അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷ ആളുകൾക്കോ പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലാത്ത ഏതോ ഒരു വിഷയം കോടതിയിലെത്തുകയും നാടാകെ ചർച്ചയാവുകയും RDX ഒക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. RDX ഒക്കെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു തുടരെ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ എബ്സേർഡ് ആയിട്ടുള്ള
ചില കാര്യങ്ങൾ ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ അബ്സേർഡ് എന്ന് നമ്മൾ പറയുമ്പോഴും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഗവർണറുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഇത് രാഷ്ട്രീയ പ്രശ്നമാണ്. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ നടന്നതാണ്. ഇത് ഈ കേസ് മുന്നോട്ട് പോയാൽ നല്ല രസകരമായിട്ടുള്ള വഴിത്തിരിവുകളിലേക്ക് എത്തിച്ചേരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, തീർച്ചയായും. അത് മാത്രമല്ല, ഇതിപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ സംശയങ്ങൾ, കോടതിക്ക് ചില ചോദ്യങ്ങൾ, ക്ലാരിറ്റിക്ക് വേണ്ടി കോടതി ആവർത്തിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, കോടതിയിലെ ആ നിലയ്ക്കുള്ള പ്രയോഗങ്ങളോ അത്തരം കാര്യങ്ങളോ ഒക്കെ ആ മട്ടിൽ റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്യരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ മുമ്പ് പല ഘട്ടങ്ങളിലായി വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ കോടതിയിൽ നടക്കുന്ന ഓരോ പരാമർശങ്ങളുടെയും വെർബാറ്റം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംവിധാനം സമാന്തരമായി വേറെ പ്രവർത്തിക്കുന്നുമുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ സമൂഹത്തിനകത്ത് ചർച്ചയാകുമോ എന്ന ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും കോടതി എല്ലാ പഴുതും അടച്ചിട്ടാണല്ലോ കാര്യം. ഞാൻ സിനിമ കണ്ടതിന് ശേഷം തീരുമാനമെടുക്കാന്ന് പറയാൻ കോടതിക്ക് അവകാശം. അതായത് ഒറ്റ കാര്യമുള്ളൂ, ഇതിപ്പോൾ ധർമ്മസങ്കല്പത്തെ അവഗണിച്ച ഭരണഘടനയാണല്ലോ ഇത് എന്ന സങ്കടം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. അതല്ല, ഇതിന്റെ പഴുതടയ്ക്കാം എന്ന് തീരുമാനിച്ചാണ് ഈ സംശയങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതെ, നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ കാവിക്കൊടിയേന്തിയ ഭാരതാംബയെ ചൊല്ലിയുള്ള ഗവർണർ സർക്കാർ പോരിന് മറ്റൊരു തലം രൂപപ്പെട്ടിരിക്കുന്നു. ശക്തമായ നിയമ നടപടികളിലേക്കാകും കാര്യങ്ങളുടെ പോക്കെന്നാണ് സൂചന. രജിസ്ട്രാറുടേത് ചട്ടലംഘനമാണോ? വി സിയുടെ അധികാരപരിധി എന്ത്? വി സിയിലൂടെ ഗവർണർ അധികാരം കൈയാളുന്നു തുടങ്ങിയ ഒരു പിടി ചോദ്യങ്ങളാണ് പുറമേ ഉയരുന്നത്. പക്ഷേ RDX കരുതുന്നു ഈ സന്ദർഭത്തിൽ ചർച്ചയാകേണ്ടത് ഭരണഘടന മാത്രമാണ്. സർവകലാശാലയും നിയമസഭയും രാജ്ഭവനും എങ്ങനെ പെരുമാറണം, എവിടെയാണ് അവയുടെ അതിരുകൾ, ഏതെല്ലാമാണ് അവയുടെ അരുതുകൾ എന്നെല്ലാം ഭരണഘടനയും അതിനെ നിർവചിച്ചുണ്ടാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും സുവ്യക്തമായി നിർവചിക്കുന്നുണ്ട്. നിലവിൽ രൂപപ്പെട്ടു വരുന്ന സങ്കീർണ പ്രതിസന്ധികൾക്കും ഉത്തരം അവിടെ തന്നെയുണ്ട്. RDX ഒരു ഇടവേളയിലേക്ക്.